ഇന്നത്തെ നമ്മുടെ വിഷയം പരിശുദ്ധ കുർബാനയും സുവിശേഷ പ്രഘോഷണവും ആണ്. ഇത് കുർബാനയും സുവിശേഷ പ്രഘോഷണവും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ചോദിച്ചു ഉത്തരം ഒന്നേ ഉള്ളൂ. അതായത് ഈ റോമൻ കുർബാന ക്രമം അനുസരിച്ച് റോമൻ ലിറ്റർജിയില് കുർബാനയുടെ സമാപന ആശീർവാദം നൽകുമ്പോൾ ഇങ്ങനെ പറയും: ദിവ്യപൂജ സമാപിച്ചു, ദൈവത്തിന് സ്തുതി, നിങ്ങൾ പോയി നവജീവന്റെ ഈ സുവിശേഷം പ്രസംഗിക്കുകയും നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കാൻ എന്ന് പറഞ്ഞ് അയക്കുന്നു. അപ്പം കുർബാന വാസ്തവത്തിൽ ഒരു വ്യക്തിയെ കുർബാന അർപ്പണം സുവിശേഷ പ്രഘോഷണത്തിലേക്കാണ് നയിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പൊ കുർബാനയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുർബാനയിൽ ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ USA ഡാനിയൽ പൂർണ്ണത്തിലച്ഛൻ്റെ ദിവ്യകാരുണ്യ കോൺഫറൻസിനോടനുബന്ധിച്ചുള്ള സുവിശേഷ പ്രഘോഷണം കേട്ടു ഒത്തിരി പ്രബുദ്ധരായിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അധികമായിട്ടൊന്നും പറയാനില്ല, എങ്കിലും നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. അപ്പൊ എങ്ങനെ കുർബാനയുമായിട്ട് ഇതിനെ ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് പറയാം. നമുക്കറിയാം, ക്രൈസ്തവ പ്രാരംഭ കൂദാശകൾ 3 ക്രൈസ്തവ പ്രാരംഭ കൂദാശകൾ. അത് മാമോദീസായാണ് ആദ്യം. അപ്പൊ മാമോദീസായിലൂടെ നാം ദൈവമക്കളായി വീണ്ടും ജനിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 213 ഖണ്ഡികയിൽ പറയാം: മാമോദീസായിലൂടെ നാം ദൈവമക്കളായി വീണ്ടും ജനിക്കുകയും ക്രിസ്തുവിന്റെ അവയവങ്ങളായി തീരുകയും സഭയുടെ ശരീരത്തോട് ചേർക്കപ്പെടുകയും അവളുടെ ദൗത്യത്തിൽ പങ്കുകാരാക്കപ്പെടുകയും ചെയ്യുന്നു. ആദ്യ കാര്യങ്ങൾ പറഞ്ഞു. ദൈവമക്കളായി വീണ്ടും ജനിക്കുന്നു, ക്രിസ്തുവിന്റെ അവയവമായി തീരുന്നു, സഭയുടെ ശരീരത്തോട് ചേർക്കപ്പെടുന്നു, അവളുടെ ദൗത്യത്തിൽ പങ്കുകാരാക്കപ്പെടുന്നു. അവൾ എന്ന് പറഞ്ഞാൽ സഭയാണ്. എന്താണ് സഭയെ ക്രിസ്തു ഫലമേൽപ്പിച്ച ദൗത്യം? നിങ്ങൾ ലോകമെങ്ങുമ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ സുവിശേഷം വയ്ക്കുന്ന കാണാൻ പറ്റും. ഒലിവുമലയിലേക്ക് സ്വർഗാരോഹണം ചെയ്യാൻ പോകുന്ന ക്രിസ്തുവിന്റെ കൂടെ 11 പേരല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അവർ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ് ഈശോയെ തിരിച്ചറിഞ്ഞ 100 കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് പ്രത്യക്ഷപ്പെട്ടു 100 കണക്കിന് ആളുകൾ. പൗലോസിലെ പ്രബോധനത്തിൽ പറയുന്നത് 500-ലധികം പേർക്ക് പ്രത്യക്ഷപ്പെട്ടെന്നാ പറയാം. എല്ലാവരും കർത്താവിന് പറയാം. പക്ഷെ 11 പേരെ മാത്രം കൂട്ടിക്കൊണ്ട്. എന്താണ് ഈ 11 പേര്? വേറെ നമ്മൾ കാണാൻ പറ്റും, പെന്തക്കോസ്തയിൽ പരിശുദ്ധാത്മാവിന് സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സഭയുടെ ദൗത്യം ആരംഭിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് പത്രോസ് മറ്റ് 11 അപ്പോസ്തലന്മാരോടൊപ്പം എഴുന്നേറ്റ് നിന്നു. ഇവിടെ 12 പേരായി. മത്യാസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താ ഇവര് മാത്രം? അപ്പസ്തോലിക സഭയെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാലോ, 1700 വർഷങ്ങൾക്ക് മുമ്പ് 325-700 വർഷമായി. 1700 വർഷം ക്രീഡ് ഉണ്ടായിട്ട്. എന്താണ് ക്രീഡിൽ തിരുസഭയെ കുറിച്ച് പറയുന്ന 5 ലക്ഷണങ്ങൾ? സഭ ഏകമാണ്, വിശുദ്ധമാണ്, അപ്പസ്തോലികമാണ്, അല്ലെങ്കിൽ ലൈംഗികം. അപ്പസ്തോലിക സഭയാണ്. അപ്പസ്തോലിക സഭയാണ് അവരോടാണ് ഏൽപ്പിച്ചത്. അപ്പസ്തലന്മാർ സഹിതമായ അവരോടാ പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ അപ്പൊ സഭയുടെ ദൗത്യം ഒന്നേ ഉള്ളൂ. സഭയ്ക്ക് സുവിശേഷം പ്രഘോഷിക്കുക എന്നാണ് സഭയുടെ ദൗത്യം. അപ്പൊ നമ്മൾ സഭയുടെ ശരീരമാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ത്? സുവിശേഷം പ്രഘോഷിക്കുക എന്നാണ്. എവാഞ്ചലിൻ ഗൗദ്യം എന്ന് പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലേഖനത്തിലെ അദ്ദേഹത്തിന്റെ അപ്പോസ്തലത്തെ അദ്ദേഹം പഠിപ്പിക്കുന്നത് കണ്ട് എവാഞ്ചലിൻ ഗൗദ്യം. അതിനകത്ത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്,
ശിഷ്യ കണ്ണിക നമ്പർ 120 കേട്ടാ. കണ്ണിക നമ്പർ 120. ഒരാൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് യേശുവിന്റെ ശിഷ്യനാകാനാണ്. ശിഷ്യനായിരിക്കുന്നതിന്റെ അർത്ഥം മറ്റുള്ളവർക്ക് യേശുവിന്റെ സ്നേഹം എത്തിച്ചു കൊടുക്കുവാൻ സ്ഥിരസന്നദ്ധ ഉണ്ടായിരിക്കുക എന്നതാണ്. വീണ്ടും അതേ ഇതിൽ പറയുകയാണ്, ഓരോ ക്രൈസ്തവനും യേശുക്രിസ്തുവിൽ ദൈവസ്നേഹം അനുഭവിച്ചതിന്റെ അളവനുസരിച്ച് ഒരു മിഷണറിയാണ്. വീണ്ടും ഇതേ ഇതിൽ തന്നെ അദ്ദേഹത്തിന്റെ വാക്ക് 119 മാമുദിസ സ്വീകരിച്ച ദൈവജനത്തിലെ എല്ലാവരും സുവിശേഷ പ്രഘോഷകരാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ആർക്കും മാറി നിൽക്കാനായിട്ട് പറ്റത്തില്ല. ആർക്കും മാറി നിൽക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഒരുപോലെ. മനസ്സുമാപ്പ പറയും, ഇതേ കണ്ണികയിൽ പറയാൻ, ഓരോ ക്രൈസ്തവനും ഇവിടെ ഇപ്പോൾ സുവിശേഷത്തിൽ സജീവമായി ഏർപ്പെടാൻ വെല്ലുവിളിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ രക്ഷാകര സ്നേഹം അനുഭവിച്ചിട്ടുള്ള ഏത് വ്യക്തിക്കും പുറത്തുപോയ സ്നേഹത്തെപ്പറ്റി പ്രഘോഷിക്കാൻ കൂടുതൽ സമയമോ സുദീർഘമായ പരിശീലനമോ ആവശ്യമില്ല. ഓരോ ക്രൈസ്തവനും യേശുക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചതിന്റെ അളവനുസരിച്ചൊരു മിഷണറിയാണ്. വീണ്ടും ഇത് ആവർത്തിച്ച് പറയാം. അപ്പം എല്ലാ ക്രൈസ്തവർക്കും ഉള്ള ഉത്തരവാദിത്വമാണ്, പ്രത്യേകിച്ച് മാമുദിസ സ്വീകരിച്ച കത്തോലിക്കന്റെ ഉത്തരവാദിത്തമാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. ഈ സുവിശേഷം അറിയിക്കാനുള്ള അനോയിന്റിങ് അപ്പോസ്തലന്മാർക്കുണ്ടായതുപോലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് കിട്ടുന്ന എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം സ്ഥൈര്യലേപനത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. സ്ഥൈര്യലേപനത്തെക്കുറിച്ച് പറയുന്ന കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1285 കുർബാനയോടും മാമുദിസയോടും കുർബാനയോടും ചേർന്ന് സ്ഥൈര്യലേപനം ക്രൈസ്തവ പ്രാരംഭ കൂദാശകളുടെ സമന്വയം സ്ഥാപിക്കുന്നു. അവയുടെ ഐക്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. എന്തെന്നാൽ മാമുദിസ സ്വീകരിച്ചവർ സ്ഥൈര്യലേപനം എന്ന കൂദാശ വഴി സഭയോട് കൂടുതൽ സ്ഥൈര്യലേപനം എന്ന കൂദാശ വഴി ക്രിസ്തുവിന്റെ അവയവമായി തീരുന്നു. സഭയോട് കൂടുതൽ പൂർണ്ണമായി ചേർക്കപ്പെടുന്നു. അവർ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ സവിശേഷ ശക്തിയാൽ സമ്പന്നരാക്കപ്പെടുന്നത് വഴി വിശ്വാസത്തെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രചരിപ്പിക്കാൻ കൂടുതൽ കർശനമുള്ള കടം ഉള്ളവരായിത്തീരുന്നു. ഞാനെന്റെ കാണാപ്പടം പറയുന്നത് എനിക്ക് എന്തെങ്കിലും അല്ല, ഞാൻ എഴുതി വച്ചിരിക്കുന്ന അതുപോലെ പറയാ. വിശ്വാസത്തെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രചരിപ്പിക്കാൻ കൂടുതൽ കർശനമായ കടമയും കടവും രണ്ടും രണ്ടാ. കടം വീട്ടിയില്ലെങ്കിൽ ഇപ്പൊ ബാങ്കിൽ ലോൺ എടുത്ത് നമ്മള് കൊച്ചിനെ പഠിപ്പിക്കാൻ വിട്ടു, വീടിന്റെ വസ്തു പണയം വെച്ചിട്ടാ വിട്ടിരിക്കുന്നത്. കൊച്ചു പഠിച്ചിറങ്ങിയ ഇത്ര നാൾ കഴിയുമ്പോൾ പൈസ അടയ്ക്കണമെന്നാ നിയമം. പൈസ അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? പലിശ കൂടി 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 അത് ജപ്തി ചെയ്തു പോകും. പോലീസിലെ പറയുന്നില്ലേ, 1 കൊറിന്തോസ് 1 ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് കഷ്ടം, ദുരിതം. ഞാൻ പറഞ്ഞ നമ്മളെ ദുരിതം അനുഭവിക്കുന്നതിന് കാരണം, കഷ്ടം അനുഭവിക്കുന്നതിന് കാരണം, സഹനങ്ങളെ കഷ്ടപ്പാട് ഇങ്ങനെ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്വസ്ഥ സമാധാനം കിട്ടില്ല. പറയുന്നത് സുവിശേഷം പ്രഘോഷിക്കാനാണ് നമ്മൾ വിളിക്കുന്നത്. കൂടുതൽ കർശനമായ കടവുള്ളവരായിത്തീരുന്നു. എന്താ പറയുന്നത്? ഇതിന്റെ 1302 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോസ്തലന്മാർക്ക് പെന്തക്കോസ്തേ നൽകപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണമായി വർഷിക്കപ്പെടലാണ് സ്ഥൈര്യലേപനം എന്ന കൂദാശയുടെ ഫലം എന്നതിന്റെ ആഘോഷത്തിൽ വ്യക്തമാണ്. അപ്പൊ അപ്പോസ്തലന്മാർക്ക് കിട്ടിയ അതേ അളവിൽ തന്നെ നമുക്കും കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? രണ്ടാമത് അതിന്റെ ബാക്കി 302 ഞാൻ പറഞ്ഞത് 303 പറയുന്നൊരു കാര്യമുണ്ട്. വീണ്ടും അവിടെ പറയാം, വിശ്വാസത്തെ, അതായത് പരിശുദ്ധാത്മാവിന്റെ സവിശേഷ ശക്തിയാൽ സമ്പന്നരാക്കപ്പെടുന്ന വിശ്വാസത്തെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രചരിപ്പിക്കുന്നതിനും
സംരക്ഷിക്കുന്നതിനും കുരിശിനെപ്പറ്റി ഒരിക്കലും ലജ്ജിക്കാതിരിക്കുന്നതിനും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്നതിനും നമ്മളെ ഈ കൃപാഭിഷേകം ചെയ്യുന്നു. സ്ഥൈര്യലേപനം ഒരു ചടങ്ങായിട്ട് നടത്തിയ എല്ലാം കഴിഞ്ഞു പോയി. ആൾക്കാർക്കൊന്നും അറിയത്തില്ല എന്നാ കിട്ടിയേ, എന്നാ എൻ്റെ ഉത്തരവാദിത്വം, ഒന്നും അറിയാൻ പാടില്ല, എവിടെ തുടങ്ങുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഉത്തരവാദിത്വം എന്താന്ന് വേണ്ടിയിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്ന ഉത്തരവാദിത്വം. ഇതിന് ശക്തി എവിടുന്ന കിട്ടുക? കുർബാനയെന്നായിട്ട്. കുർബാനയെന്നായിട്ട് ഈ കുർബാനയുമായി ബന്ധപ്പെട്ടിരിക്കുക. അപ്പോസ്തലന്മാരുടെ എല്ലാം ജീവിതത്തിൽ അവരെ ദൗത്യം തുടങ്ങുന്ന എപ്പോഴാ? ഈശോയുടെ മരണശേഷമല്ലേ. കുർബാന എന്താണ്? കർത്താവിന്റെ കുരിശിലെ ബലിയല്ലേ. അപ്പം ഇത് തന്നെയാ. കൂടുതൽ വലിയ പ്രസംഗത്തിന്റെ പ്രസക്തി ഇല്ലെന്ന എൻ്റെ അഭിപ്രായം. നിങ്ങളെ ഒരു വാക്ക് പറയുന്നു, അതായത് കുർബാനയിലൂടെ നമുക്ക് എന്താണ് നമ്മളിലേക്ക് വരുന്ന ഇത്. ഞാൻ ഒന്നും വായിച്ചു കേൾപ്പിക്കാം. ഒത്തിരി കാര്യങ്ങളുണ്ട് എങ്കിലും കുർബാന ഗഹനമായൊരു വിഷയമാണേ. കടലുപോലെ കിടക്കുക. ഞാൻ കോട്ടയം ആശ്രമത്തില് ദിവ്യകാരുണ്യ അനുഭവ ധ്യാനത്തിന് കുർബാനയെ ക്ലാസ് എടുക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ അതിന്റെ ഒരു പുസ്തകം ഇത് വായിക്കാം. ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി. സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി. അതിനകത്ത് ഇതാരെ എഴുതിയതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ 1998 അദ്ദേഹം വിശ്വാസ തിരുസംഘത്തിന്റെ പ്രീഫെക്ട് ഡീനായിരിക്കുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹം 1946 സെമിനാരിൽ ചേർന്ന് വൈദിക പരിശീലനത്തിലായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം 1919 എഴുതിയ, അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് അവൈലബിൾ ആയിരുന്ന ഒരു പുസ്തകമുണ്ട്, ലിറ്ററജി പഠിച്ചപ്പം. ആ പുസ്തകം പിന്നീട് അത് ആത്മവായനയ്ക്ക് ഇടയാക്കിയത് 1998 ഒരു പഠനത്തിന് വിധേയമാക്കി. നമുക്കറിയാലോ, സയന്റിസ്റ്റ് പോലെയാണ് അദ്ദേഹം, ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല, അസാധാരണ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇതിനൊരു ആമുഖം എഴുതി. ആമുഖം, ലിറ്ററജിയുടെ ചൈതന്യം, ഒരു ആമുഖ പഠനം. അതിൻ്റെ 4th ചാപ്റ്ററിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഈ ചെറുവസ്തുവിനെ, കേക്കാവോ? ഈ ചെറുവസ്തു എന്ന് പറഞ്ഞാൽ ആശീർവദിക്കപ്പെട്ട, കൂദാശ ചെയ്യപ്പെട്ട തിരുവോസ്തിയെ കുറിച്ചാണ് പറയുന്നത്. ഈ ചെറുവസ്തുവിനെ കർത്താവ് തീർച്ചയായും തന്നിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു. അതിൽ അടങ്ങിയിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്നത് പോലെയോ യഥാർത്ഥമായ ഉള്ള ഒരു കേവലം വസ്തു അല്ല. പ്രത്യക്ഷത്തിൽ കാണുന്നത് പോലെ. പ്രത്യക്ഷത്തിൽ എന്താ കാണുക? അനേക ഗോതമ്പ് മണികളെ പൊടിച്ച് എടുത്ത് അപ്പമാക്കി വെച്ചിരിക്കുന്ന അപ്പമാണ്. ഈ അപ്പത്തെയാണ് കൂദാശ ചെയ്തത്. ഇതൊരു കേവലം വസ്തു അല്ല എന്നാണ് പറയുന്നത്. ഒരു വസ്തു അല്ല, ഒരിക്കലും അല്ല. അടുത്ത ഭാഗം ഞാൻ എഴുതിയിരിക്കുന്ന അതുപോലെ പറയട്ടെ, ഒരിക്കലും അല്ല. കർത്താവ് തന്നെ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന എന്തറിയാം? ആ തിബേരിയസ് കടപ്പുറത്ത് ഒരു വലിയ മുക്കുവനെ പോലെ അവരോട് ചോദിക്കുന്നില്ലേ, അവരോട് നിങ്ങൾക്ക് വല്ലതും കിട്ടിയ മക്കളെ എന്ന്. കർത്താവ് ഇത് യോഹന്നാൻ സുവിശേഷം കാണുന്നത്. അതായത് ഉയർത്തെഴുന്നേറ്റ അന്നത്തെ ദിവസം ഈശോയെ കണ്ട് എന്നിട്ട് മീൻ പിടിക്കാൻ പോയ ടീമുകളാണ് അടുത്ത ദിവസങ്ങളിൽ. ഈശോ ഉയർത്തെഴുന്നേറ്റ് അണുക്ക് പ്രത്യക്ഷപ്പെട്ട അല്ല, എന്നിട്ട് മീൻ പിടിക്കാൻ പോയേക്കുക. ആ മീൻ പിടിക്കാൻ പോയവർക്ക് ഒന്നും കിട്ടാതെ വന്നപ്പോൾ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോന്ന്. അവന് തിരിച്ചറിയാൻ പറ്റില്ല. ഇവർക്ക് മുമ്പിൽ അവൻ തന്നെ വെളിപ്പെടുത്തിയതാ, എന്നിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവർ ദൗത്യത്തിന് പോയി, അവർ ഉത്തരവാദിത്തം ഇല്ല അവർക്ക്, അവരവര് പോയേക്കുവാ. അപ്പൊ അവരോട് പറഞ്ഞു, വലയിട്ടു. മത്സ്യം നിറഞ്ഞപ്പോ ജോണിന് പിടികിട്ടി. യോഹന്നാൻ മർമ്മം അറിയാം, ജീസസ് മർമ്മം അറിയാന്നാണ്. യോഹന്നാൻ പറഞ്ഞു, അത് കർത്താവാണ്. കീരിയേൻ ലോർഡ്, ദൈവമാണെന്ന്, ക്രിസ്തു യേശുവാണെന്നത്. അപ്പം ദൈവമാണവൻ. അതാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ആ കർത്താവ് തന്നെ, കീരിയ എന്ന വാക്കാ വന്നേക്കുന്നത്. കർത്താവ് തന്നെ, ദൈവമാണത്.
അതെ, ആ അവിഭാജ്യനായ ഏകൻ വിഭജിക്കാൻ പറ്റത്തില്ല അതിനകത്തുനിന്ന്. ഒരു പൊടി, അതിനൊരു പൊടിയിൽ പോലും കണ്ടിട്ടില്ലേ നിങ്ങള്? ഞാൻ ഈ റോമൻ ലിറ്ററേച്ചറിയിൽ ഈ വിരലിന് കാണണം, യൂസ് ചെയ്യുന്ന വിരൽ അതുപോലും കഴുകും ഇങ്ങനെ വിത്തിൻ സെക്കൻഡിൽ കഴുകണം. ലേറ്റ് ആവാൻ പാടില്ല. ഞാനിത് പറയുമ്പോൾ ലിറ്ററേച്ചർ ഫോളോ ചെയ്യാത്തവരെ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ വിധിക്കാൻ ഞാനാരാ? ട്രഡീഷണൽ ലാറ്റിൻ മാസ് കാണുമ്പോൾ അറിയാം. ഓൾഡ് മാസ്, ട്രഡീഷണൽ ലാറ്റിൻ മാസ് കഴുകും അപ്പൊ തന്നെ. ഒരു ഒരു പൊടിയിൽ പോലും നിർത്താറുണ്ട്. ഒരു പൊടി വിഭജിക്കാൻ പറ്റത്തില്ല. ആ അഭിഭാജ്യനായ ഏകൻ ഉദ്ധാനം ചെയ്ത നാഥൻ തന്നെ ഉണ്ടോ? ആ അഭിഭാജ്യനായ ഏകൻ ഉദ്ധാനം ചെയ്ത നാഥൻ തന്നെ. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. എല്ലാം കോമയാണ് കേട്ടോ, കോമയിട്ട് പോവാ. മാംസരക്തങ്ങളോടും ശരീരാത്മാക്കളോടും ദൈവത്വത്തോടും മനുഷ്യത്വത്തോടും കൂടി തന്നെ ഇതിൽ സന്നിഹിതനായിരിക്കുന്നു. ഓ, മിശിഹ സമ്പൂർണനായി ഇവിടെയുണ്ട്. ഇവിടെയുണ്ട്. മിശിഹ സമ്പൂർണനായി തന്നെ ഇവിടെയുണ്ട്. അങ്ങനെ കേൾക്കുന്നത്, ഇവിടെയുണ്ട്. എങ്ങനെയാണ്? മാംസരക്തങ്ങളോടും. അതാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എനിക്കുള്ളതുപോലുള്ള ശരീരം ഭൂതത്തിനില്ല. എനിക്കുള്ളതുപോലുള്ള ശരീരം ഭൂതത്തിനില്ല. ആമേൻ. റോമൻ മിസാലില് കുർബാനയുടെ ദിവ്യ സാന്നിധ്യത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന വാക്കണ്ട, അസ്ഥിയും മജ്ജയും മാംസവും രക്തവുമുള്ള ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് അസ്ഥിയുണ്ട്, മജ്ജയുണ്ട്, മാംസമുണ്ട്, രക്തമുണ്ട്. അതുകൊണ്ടാണ് അത് മുറിക്കുമ്പോൾ രക്തം ചീറ്റുന്നതായിട്ടും അതിൽ ശരീരമായി മാറുന്നതും ഒക്കെ നമ്മൾ എത്രയോ അത്ഭുതങ്ങൾ, അവന്റെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങൾ ലോകത്തെമ്പാടും കണ്ടു. 12 കൊല്ലത്തിന് ശേഷം കാസർഗോഡത്തെ ആ തിരുമുഖം തെളിഞ്ഞു വന്നതിനെ തിരുസഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഇത് വസ്തു ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ഇനി കുർബാന അടുത്ത അതിന്റെ ബാക്കി കേട്ടോ. മിശിഹായുടെ ശരീരം ഒരു വസ്തുവായി മാറുന്ന ഏതടിസ്ഥാനത്തിലാണ് സങ്കല്പിക്കുക? മിശിഹായുടെ മുഴുവൻ സാന്നിധ്യമാണ് ഏക സാന്നിധ്യം. നേരത്തെ പറഞ്ഞില്ലേ, മാംസവും രക്തവും ദൈവത്വവും മനുഷ്യത്വവും ഉണ്ട്. അങ്ങനെ എഴുതിക്കില്ലേ? ആ നാഥൻ തന്നെ മാംസരക്തങ്ങളോടും ശരീരാത്മാക്കളോടും ദൈവത്വത്തോടും മനുഷ്യത്വത്തോടും കൂടി മിശിഹ സമ്പൂർണനായി ഇല്ലേ? ഇങ്ങനെ ഇരിക്കണം, മിശിഹ സമ്പൂർണനായി തന്നെ ഇവിടെയുണ്ട്. ഒന്നുകൂടെ പറയുന്നു, മാംസരക്തങ്ങൾ ശരീരാത്മാക്കൾ ദൈവത്വം. മാംസരക്തങ്ങളോടും ശരീരാത്മാക്കളോടും ദൈവത്വത്തോടും മനുഷ്യത്വത്തോടും കൂടി. മനുഷ്യത്വം അതല്ല, തിബേരിയസ് കടപ്പുറത്ത് അപ്പവും മീനും ചുട്ടുവെച്ച് അവരോടൊപ്പം പ്രാതൽ കഴിക്കുക, അവരോടൊപ്പം അവൻ ഭക്ഷിച്ചു. മിശിഹായുടെ ശരീരം ഒരു വസ്തുവായി മാറുന്നത് ഏതടിസ്ഥാനത്തിലെ സങ്കല്പിക്കുക? മിശിഹായുടെ മുഴുവൻ സാന്നിധ്യമാണ് ഏക സാന്നിധ്യം. മിശിഹായുടെ മുഴുവനായ സാന്നിധ്യമാണ് ഏക സാന്നിധ്യം. അപ്പോൾ എന്താണ് കുർബാന സ്വീകരിക്കുക എന്നാൽ? വസ്തു സമാനമായ ദാനം ആഹാരിക്കലല്ല, ഒരു സാധനം മേടിച്ച് തിന്നലല്ല. എന്തൊരു ലാഘവത്തോടുകൂടിയ കുർബാന ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന. അച്ഛൻ കൊടുക്കാൻ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് തന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്ന ആൾക്കാരെ ഞങ്ങളുടെ കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത്. ഇങ്ങനെ സാധനം മേടിച്ചോണ്ട് പോകാൻ പറ്റും? എങ്ങനെയായിരുന്നു പാരമ്പര്യം നമ്മളെ അഭ്യസിപ്പിച്ചുകൊണ്ടിരുന്നത്? നൂറ്റാണ്ടുകളോളം മനുഷ്യർ മുട്ടുകുത്തി നിന്ന് കുർബാന സ്വീകരിച്ചിരുന്നു. ആദരവ്, ഉയർത്തെഴുന്നേറ്റവനും. അതാണ് സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞ വാചകമുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ ആരാധിക്കുക, എന്നിട്ട് അവിടുത്തെ സ്വീകരിക്കുക. ആരാധിക്കുന്ന എങ്ങനെയാ? മുട്ടുകുത്തി നിന്നാണ്. ദൈവമായി അവിടുത്തെ ആരാധിക്കുക, കുമ്പിട്ട്. സമയമില്ലല്ലോ, അതുകൊണ്ട് ആൾക്കാർ പറയുന്ന പല സമയമില്ല, തിരക്കാണ്, ഇത്രയും പേർ കൊടുത്തിരുന്നു, ഒത്തിരി സമയം പോകും. അത് കുർബാനയെ കുറിച്ച് അറിയില്ല, അതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല എന്നുള്ള ആളല്ലേ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയം അതല്ലല്ലോ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പം കുർബാനയിലെ ഏക സാന്നിധ്യം, വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നാൽ വസ്തു സമാനമായ ദാനം ആഹാരിക്കലല്ല. ഇവിടെ സംഭവിക്കുന്നത്
വ്യക്തിതലത്തിലുള്ള മാറ്റമാണ്. വ്യക്തിതലത്തിലുള്ള മാറ്റം. അതായത് പറയാം, ഇതെല്ലാം ഇതിൽ എഴുതിയിരിക്കുന്ന വായിക്കുന്ന കേട്ടോ, അതുപോലെ എഴുതി വായിക്കുക. അതായത് ഒരു വ്യക്തിയിലേക്ക് മറ്റൊരു വ്യക്തി കടന്നു വരുന്നു. പേഴ്സൺ ആരാ സ്വീകരിക്കുന്നത്? ഞാനെന്ന വ്യക്തി. ഞാനെന്ന വ്യക്തിയിലേക്ക് മറ്റൊരു വ്യക്തി കടന്നു വരിക എന്ന് പറഞ്ഞാൽ ആരാ മറ്റൊരു വ്യക്തി? ഈശോ ഉയർത്തുന്ന ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും മനുഷ്യത്വവും ഉള്ള ആ തിവേലിപ്പുറത്ത് അപ്പവും മീനും ചുട്ടുവെച്ച് കാത്തിരുന്ന ആ ശിഷ്യന്മാരുടെ കൂടെ സഞ്ചരിച്ച അതേ കർത്താവ്, ആ കല്ലറയിൽ അന്വേഷിച്ചു വന്ന മേരിക്ക് പ്രത്യക്ഷപ്പെട്ട, മേരി എന്ന് വിളിച്ചുകൊണ്ട് അവർക്ക് പ്രത്യക്ഷപ്പെട്ട ആ ഈശോയില്ലേ, സെയിം ജീസസ്, ഉയർത്തേറ്റ ക്രിസ്തു. ആണ് സീറോ മലബാർ കുർബാനയില് 4ാം ഗഹന്ത പ്രാർത്ഥനയിൽ അവസാനത്തിൽ കുർബാന വിഭജന ശുശ്രൂഷയുണ്ട്. സജീവവും ജീവദായകവും ദൈവീകവുമായ. അതിനു മുമ്പ് എപ്പിക്ലേസിസ് പ്രയറാ, റൂകാക്ഷണ പ്രാർത്ഥന. പൗരുഷ സഭകളിൽ അങ്ങനെയാ. കൂദാശയ്ക്ക് ശേഷമാണ് 4ാം ഗഹന്ത പ്രാർത്ഥനയിൽ എപ്പിക്ലേസിസ് പ്രയറാ. എന്തിനാണ് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിക്കുന്നു. റോമൻ മിസാൽ സീറോ മലബാർ കുർബാന ടെക്സ്റ്റൈൽ എഴുതി വെച്ചിരിക്കുന്ന വാചകം പറയുന്നത് റോമ 8:11. യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്ക് തന്റെ ആത്മാവിനാൽ പുതുജീവൻ നൽകും. അപ്പൊ യേശുവിനെ ദൈവത്തിന്റെ ആത്മാവാണ് ഉയർപ്പിച്ചത്. ഉയർത്തിനെ ആ ഉദ്ധാന ദിവസം വിഭജിക്കുന്നത് എന്തിനാ വിഭജിച്ച? മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ശരീരത്തിൽ മുറിവുണ്ടായിരുന്നു. ലാറ്റിൻ ക്രമം നോക്കിയേ, റോമൻ ക്രമം അനുസരിച്ച് കുർബാനയിൽ കുർബാന ചെയ്യുന്ന വിഭജന ശുശ്രൂഷ നോക്കി, ലോകത്തിന്റെ പാവം നീക്കുന്ന ദൈവത്തിന് കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ കേട്ടോ. നമ്മളത് പറഞ്ഞ് അത് ആ പ്രാർത്ഥന ജോലി കഴിയുമ്പോഴത്തേക്ക് പുരോഹിതൻ അറിയാം, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പം അതിന് മുമ്പ് പുരോഹിതൻ ചെയ്യുന്നത് എന്താന്ന് നോക്കണം. പുരോഹിതൻ ആശീർവദിച്ച കൂദാശയുടെ തിരുവോസ്തയെ മുറിക്കുന്നു, എന്നിട്ടൊരു കഷ്ണം എടുത്ത് കാസയിൽ നിക്ഷേപിക്കുക വീഞ്ഞിലേക്ക്. സംരക്ഷണം എന്ന് പറയും. ഇനി അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയ സമയം പോയി, ഞാൻ നിൽക്കാം. അത്രേ ഉള്ളൂ. ഈശോ മരിച്ചു അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി. അടുത്ത രംഗം എന്താ? ഉയർത്തെഴുന്നേറ്റ്. അവിടെ ഉയർത്തെഴുന്നേക്കണം, മുറിച്ചുയർത്തി പിടിക്കുക. ആരാ ഉയർത്തി പിടിച്ചിരിക്കും? ദിസ് ഈസ് ലാംബ് ഓഫ് ഗാഡ്, ഹി ടേക്ക് അവേ സിൻസ് ഓഫ് ദ വേൾഡ്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആരായ കുഞ്ഞാട്? ആ വെളിപാട് 5 അവിടെ 6:5 എഴുതിയിരിക്കുന്ന വാഗ്ദത്തമല്ലേ, ഇതാ കൊല്ലപ്പെട്ടതായി നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെ, കൊല്ലപ്പെട്ടതായി നിൽക്കുന്ന കുഞ്ഞാട്. കൊല്ലപ്പെട്ട കുഞ്ഞാടിന്റെ അടയാളം എന്താ? ശരീരത്തിൽ മുറിവ്. എന്തിനാ മുറിച്ചുയർത്തിയിരിക്കുന്നു? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. അപ്പൊ കുർബാന സ്വീകരണം എന്താ? ഉദ്ധിതനായ ഒരു വ്യക്തിയിലേക്ക് വരുന്നു. ലോജിക്കാണ് ഇത്, തിയോളജി അല്ല പറയുന്നത്, ബൈബിളിലെ വചനം അനുസരിച്ച് നമ്മൾ കണക്ട് ചെയ്യാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഒരു വ്യക്തിയിലേക്ക് വരികയാണ്. ആണ് കുർബാന സ്വീകരണം. അറിയിക്കുകയാണ്. അതായത് ഒരു വ്യക്തിയിലേക്ക് മറ്റൊരു വ്യക്തി കടന്നു വരുന്നു. ജീവിക്കുന്ന കർത്താവ് സ്വയം തന്നെ എനിക്കായി നൽകുന്നു. എന്നിലേക്ക് പ്രവേശിക്കുന്നു. ഫുൾ സ്റ്റോപ്പ്. എന്നെ തന്റെ സമക്ഷം സമർപ്പിക്കാൻ ക്ഷണിക്കുന്നു. അതായത് ഈ കുർബാന സ്വീകരണം എന്ന് പറഞ്ഞറിയോ, മുഴുവനായി ഈശോയ്ക്ക് കൊടുക്കലാണ് നമ്മള്. നിങ്ങൾക്ക് മനസ്സിലായി പൊരുളും? നമ്മളെ സമ്പൂർണമായി കർത്താവിന് കൊടുക്കലാണ് കുർബാന സ്വീകരണം എന്ന് പറയുന്നത്. അത് ഒന്നുകൂടെ വായിക്കാം. അതായത് ഒരു വ്യക്തിയിലേക്ക് മറ്റൊരു വ്യക്തി കടന്നു വരുന്നു. ജീവിക്കുന്ന കർത്താവ് സ്വയം തന്നെ എനിക്കായി നൽകുന്നു. എന്നിലേക്ക് പ്രവേശിക്കുന്നു. എന്നെ തന്റെ സമക്ഷം സമർപ്പിക്കാൻ ക്ഷണിക്കുന്നു. അതുമൂലം എങ്ങനെ? എന്നിലേക്ക് പ്രവേശിക്കുന്ന ക്രിസ്തുവിന് തന്നെ എൻ്റെ ജീവിതത്തെ ഞാൻ സമ്പൂർണമായി സമർപ്പിക്കുന്നത് വഴി, അതുമൂലം ശ്ലീഹായുടെ വാക്കുകളുടെ പൂർണ്ണമാകുന്നു. ഇനി മേലിൽ ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അപ്പൊ എന്നിൽ ആരാ ജീവിക്കുന്നത്? ഈശോ ജീവിക്കുന്നു. അപ്പൊ ഈശോ എന്തിനാ വന്നത്? ദൈവരാജ്യത്തിന് സുവിശേഷം അറിയിക്കും. അപ്പൊ ആ ദൈവരാജ്യത്തിന് സുവിശേഷം എങ്ങനെയാ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിലൂടെ. ഇതിന് കോംപ്രമൈസ് ഇല്ല കേട്ടോ. ഇതിന് വേറെ വഴികളോ നോ. എനിക്കെങ്കിൽ
എല്ലാവരും ഈ വിരുന്നിൽ പങ്കെടുക്കാനുള്ളവരാ. അങ്ങനെ അപ്പൊ ഇതിനെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 2022 അപ്പോസ്തോലിക ലേഖനമുണ്ട്. അപ്പോസ്തോലിക ലെറ്റർ. എൻ്റെ പേര് ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്നാണ്. അതിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: എന്നാൽ എല്ലാവരും കുഞ്ഞാടിന്റെ വിരുന്നിന് വിളിക്കപ്പെട്ടവരാണ്. ലോകം ഇപ്പോഴും ഇതറിയുന്നില്ല. ഏത് വിരുന്നില്? കുർബാന സ്വർഗീയ വിരുന്നിന്റെ മുന്നാസ്വാദനമാണ്. സ്വർഗത്തിൽ നടക്കാൻ പോകുന്ന വിരുന്നിന്റെ മുൻകൂർ അനുഭവമാണ് വിശുദ്ധ കുർബാന. അപ്പൊ ഈ വിരുന്നിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പിതാവിന്റെ ആഗ്രഹമാണ്. അതാണ് എൻ്റെ പിതാവ് ആകർഷിക്കപ്പെടാല്ല ആരും എൻ്റെ അടുക്കിലേക്ക്. അപ്പൊ പിതാവിനാൽ ആകർഷിക്കപ്പെടണം. എങ്ങനെയാണ് ഈ ആകർഷത്വം ഉണ്ടാകുക? ആകർഷണം ഉണ്ടെങ്കിൽ ദൈവവചനം പ്രഘോഷിക്കണം. നമ്മളൊക്കെ എങ്ങനെ ആഘോഷിക്കപ്പെട്ടെ? നമ്മളൊക്കെ എൻ്റെ കാര്യം പറയാല്ല, 20 വയസ്സുവരെ ഞാൻ കത്തോലിക്കനായിരുന്നു. എനിക്ക് വിശ്വാസമില്ല, ദൈവഭയമില്ല, ഒന്നുമില്ല. ലോകത്തെ വേൾഡ് ലൈഫിൽ പിന്നെ എങ്ങനെയാ എനിക്കൊരു വിശ്വാസം ഉണ്ടായത്? വിശ്വാസം സുവിശേഷം കേട്ടപ്പോഴാണ്. കോട്ടയിൽ ഡിവൈനിൽ വന്ന് സുവിശേഷം കേട്ടു. ആലോചിക്കാൻ ലോകം ഇപ്പോഴും ഇതറിയുന്നില്ല. വിരുന്നിന് പ്രവേശിക്കണമെങ്കിൽ അവന്റെ വചനത്തിന്റെ കേൾവിയിൽ നിന്നുളവാകുന്ന വിശ്വാസം എന്ന വെള്ളവസ്ത്രം ധരിച്ചവരാകണം. അപ്പൊ ഈ കുർബാന സ്വീകരിച്ചിട്ട് നമ്മൾ പോകേണ്ടത് വെള്ളവസ്ത്രം ആൾക്കാർ ഉടുപ്പിക്കാനാണ്. വെള്ളവസ്ത്രം ഉടുപ്പിക്കാനാണ്. അവന്റെ വചനത്തിന്റെ കേൾവി എന്നുളവാകുന്ന, നമ്മൾ വചനം പറഞ്ഞില്ല, അവരെങ്ങനെ വെള്ളവസ്ത്രം ഉടുക്കും? കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ചതുപോലുള്ള വെണ്മയുള്ള വസ്ത്രങ്ങൾ എല്ലാം റെഫറൻസ് ആണ് കേട്ടാ. അപ്പൊ നോക്കി ദൈവവചനത്തിലൂടെ പോകുന്നത്. നോക്ക്, അവന്റെ വചനത്തിന്റെ കേൾവി കുറവാകുന്ന വിശ്വാസം. കേൾവി എങ്ങനെയാ? കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പൊ വിശ്വാസം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിലൂടെയാ. കണ്ടോ? കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ചതുപോലുള്ള വെള്ളവസ്ത്രങ്ങൾ സഭ ഓരോരുത്തർക്കുമായി തുന്നുന്നു. വെളിപാട് 7:14. എല്ലാവർക്കും വിരുന്നിലേക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് വിചാരിച്ച് നാം ഒരു നിമിഷം പോലും വിശ്രമിക്കരുത്. ചിലത് മറന്നുപോയതാം. ചിലർക്ക് മനുഷ്യ ജീവിതത്തിന്റെ വഴിത്താരയിലും വളവിലും തിരിവിലും പെട്ട് നഷ്ടപ്പെട്ടതാകാം. അതുകൊണ്ട് കുഞ്ഞാടിന്റെ വിരുന്നിൽ എല്ലാവരും എത്തണ്ടേ? അന്ത്യവിധിയിൽ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും എല്ലാവരും കുഞ്ഞാടിന്റെ വിരുന്നിൽ പങ്കെടുക്കണ്ടേ? എങ്ങനെയാ പങ്കെടുക്കാൻ പറ്റുന്നത്? സുശേഷം പ്രഘോഷിക്കണേ. അത് എവിടുന്നാ കരുത്ത് കിട്ടുന്നത്? അതല്ലേ അവൻ നമ്മിലേക്ക് വരുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സമയം കഴിഞ്ഞു അല്ലേ? നമ്മുടെ സമയം കഴിഞ്ഞു. കുറച്ചുകൂടെ ആകാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നിട്ട് ബാക്കി എന്തെങ്കിലും പറയാണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാൻ. നിങ്ങൾ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഞാൻ പറയട്ടെ. നമ്മളെ വിളി എന്താണ്? നമ്മൾ പറഞ്ഞത് ക്ലിയർ കട്ടാണ് അല്ലേ? നമ്മൾ എന്തിനാ സ്ഥൈര്യം സ്വീകരിച്ചത്? അത് അപ്പോസ്തലന്മാർക്ക് കിട്ടിയ സെയിം അനോയിന്റിങ് ആണ്. എന്തിനാ അപ്പോസ്തലന്മാർക്ക് അനോയിന്റിങ് കിട്ടി? എപ്പോഴാ കിട്ടിയ ഈ അനോയിന്റിങ് കിട്ടിയത്? അവർ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവരായിരുന്നു. അവർക്ക് പരിശുദ്ധാത്മ കിട്ടിയവർ, അവർ ആത്മാവിനാൽ ജനിച്ചവരാ. എപ്പോഴാണെന്നറിയാം? ഉയർത്തെഴുന്നേറ്റ അന്ന് ഈശോ അവർക്ക് പരിശുദ്ധാത്മാവ് നൽകി ആത്മാവിനാൽ അവർ ജനിച്ചു. എന്നാൽ ഒരു സുവിശേഷ പ്രഘോഷണം തുടങ്ങിയപ്പോഴാ പരിശുദ്ധാത്മാവിന് അഭിഷേകം, അതോ അനോയിന്റിങ്. പെന്തക്കോസ്തയിൽ കിട്ടിയ അതേ അനോയിന്റിങ് ആണ് സ്ഥൈര്യലേപനത്തിൽ കിട്ടിയത്. സെയിം ദൗത്യം, സെയിം. നമുക്ക് ഈ പരിശീലനം, നമുക്കിതെല്ലാം തരുന്നതല്ലാതെ നമ്മൾ എന്തിനാ തന്നതെന്ന് നമ്മളെ ബോധവൽക്കരിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇല്ലായിരുന്നെങ്കിൽ എനിക്കിത് അറിയത്തില്ലായിരുന്നു.
കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആണ് എന്നെ ഇതെല്ലാം പഠിപ്പിച്ചേ. ഇത് വന്നെ കണ്ണുറപ്പിച്ചു. ഓ അയ്യോ, ആമേൻ. നമ്മുടെ കാറ്റീസാ. അപ്പൊ നമ്മൾ പറയാം, അപ്പം നമുക്ക് എല്ലാവർക്കും ഈ ആത്മാവിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകം നോക്കുന്ന എന്തിനാ? ഈശോ മരിച്ചെന്തിനു വേണ്ടിയിട്ടാ? പക്ഷെ നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ, അല്ലേ? തീത്തോസ് 2:14 പറയും, യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ളൊരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കും, നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചെന്ന് പറയാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾക്ക് കർത്താവ് അതേ ബലിയാണ് അൾത്താരെ നടക്കുന്നത്. കാൽവരിയിലെ ബലിയും അൾത്താരയിലെ ബലിയും രണ്ടല്ല. എവിടെയാ നമ്മുടെ എന്നെ പുസ്തകങ്ങളൊക്കെ എത്തി. എനിക്ക് അടുത്ത ഇവിടുന്ന് ഒരു 7:30 പോയാലാണ് ഭയങ്കര ട്രാഫിക് ബ്ലോക്കാ. കോട്ടയില് 9:30 ക്ലാസ്സിന് കയറാൻ പറ്റുള്ളൂ. നിർത്തുകയല്ല, വിപ്രാളപ്പെട്ട് നിർത്തുകയല്ല. എങ്കിലും ഞാൻ അത് പറയാം. അതായത് നമ്മുടെ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ 2002 ഏപ്രിൽ 17 പെസഹ വ്യാഴാഴ്ചയുടെ അന്ന് പുറപ്പെടുവിച്ച ചാക്രിക ലേഖനമുണ്ട്. ആ ചാക്രിക ലേഖനത്തില് മാർപ്പാപ്പ പറയുന്ന 11ാമത്തെ കണ്ണീർ പറയുന്ന വാക്കുണ്ട്. അത് 11ാമത്തെ കണ്ണീർ. കണ്ണാടി വെക്കട്ടെ. സോറി കേട്ടാ, ഞാനിങ്ങനെയൊക്കെ തപ്പിപ്പറക്കി ചെയ്യുന്നത്. നിങ്ങൾക്കൊന്നും തോന്നരുത്. നിങ്ങളിങ്ങനെ പല ലൈവ് ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ളവരായതിന്റെ പേരിലേ ഇരിക്കുക. 12ാമത്തെ കണ്ണികെ, ക്രിസ്തുവിന്റെ ബലിയും വിശുദ്ധ കുർബാനയാകുന്ന ബലിയും ഒറ്റയാഗമാണ്. എവിടെ നിന്നായി മാപ്പാപ്പ റെഫറൻസ് വെച്ചറിയാം? ത്രന്തയോസ് സുനോദോസിന്റെ പ്രഖ്യാപനമാണ് നിങ്ങൾ കേട്ട. കൗൺസിൽ ഓഫ് ട്രെന്റിന്റെ പ്രഖ്യാപനമാകേട്ട. ക്രിസ്തുവിന്റെ ബലിയും വിശുദ്ധ കുർബാനയാകുന്ന ബലിയും ഒറ്റയാഗമാണ്, രണ്ടല്ല. ഇതിനെ ഉറപ്പിക്കാൻ മാർപ്പാപ്പ ഒരു വാക്കെടുത്ത് വയ്ക്കും. അത് 4th സെഞ്ചുറി ജീവിച്ചിരുന്ന സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസ്റ്റോസ്റ്റോമിന്റെയാണ്. സ്വർണ്ണനാവ് എന്ന് ക്രിസ്റ്റോസ്റ്റോമിന് വാക്കിനകത്ത് സ്വർണ്ണനാവ്. അദ്ദേഹം പറയുന്ന വാക്കാ, നാം എന്നും ഒരേ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നു, ഇന്നൊരെണ്ണത്തെയും നാളെ മറ്റൊന്നിനെയും എന്ന രീതിയിൽ അല്ല. ഇന്നൊരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നു, നാളെ വേറൊരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നു, അല്ല, അങ്ങനെയല്ല. എന്നും ഒന്നിനെ തന്നെയാണ്. ഇക്കാരണത്താൽ ബലി ഒന്നു മാത്രമാണ്. ഇന്ന് നമ്മൾ അർപ്പിക്കുന്നത് ഒരിക്കൽ അർപ്പിക്കപ്പെട്ടതും ഒരിക്കലും ഉൾക്കൊണ്ട് തീരാത്തതുമായ മഹാബലിവസ്തുവിനെയാണ്. ആരാണ് ബലിവസ്തു? മിശിഹ. എല്ലാ ദിവസവും ഒരാട്ടിൻകുട്ടി ബലിയർപ്പിക്കപ്പെടുന്നു. ആവർത്തിക്കപ്പെടുകയല്ല. ഒരു ബലി കുരിശിൽ നടന്നത്, ആ ബലി അവിടെ നടക്കുന്നേ. ആ സമയത്താണ് നിൽക്കുന്നത് നമ്മള്. അതായത് ദൈവത്തിന് സമയമോ ദിവസമോ വർഷമോ കാലമോ ഇല്ല. ഇറ്റേണൽ ഗോഡ് ആണല്ലോ. നിത്യതയിൽ വസിക്കുന്നതിനാൽ 2025 എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കുള്ളതാ. ഇന്ന് 7 മണിയുടെ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോവാം. അപ്പൊ 7 മണി എന്ന് പറയുന്ന സമയം എന്നെ സംബന്ധിച്ചിടത്തോളം 2025 ജൂൺ 17 18 അല്ലേ? 17 ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ദിവസവും വർഷവും ഇല്ല പ്രിയമുള്ളവരെ. ദൈവത്തിന് 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയാ. അങ്ങനെയെങ്കിൽ കാൽവരിയിലെ അതേ മുഹൂർത്തത്തിൽ പെസഹ രാത്രിയിൽ പിറ്റേ ദിവസം കാൽവരിയിൽ നടന്നത് അതെങ്ങനെയാണ് ഞാൻ പ്രസന്റ് ചെയ്യുക? മറ്റൊരു ദിവസത്തിൽ പറയാം, എങ്കിലും ഞാനൊരു വാചകം പറയാം. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്ന് എടുത്ത് പറയാം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാ, മുറിക്കപ്പെട്ട അപ്പം യേശുവിന്റെ കുരിശാണ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തോട് അർപ്പിച്ച അനുസരണ ബലിയാണത്. അപ്പൊ രാത്രിയിൽ അപ്പം എടുത്ത് വാട്ടിമുറിച്ചിട്ട് പിറ്റേന്ന് കുരിശിൽ നടക്കുന്ന ബലിയാ. സെക്കൻഡ് വെറ്റിക്കാൻ കൗൺസിലിന്റെ തിരുസഭയെക്കുറിച്ചുള്ള പ്രമാണരേഖയിൽ പാരഗ്രാഫ് നമ്പർ 3 പറയുകയാണ്, നമ്മുടെ പെസഹ കുഞ്ഞാടായി ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടു. 1 Corinthians chapter 5:7. നമ്മുടെ പെസഹ കുഞ്ഞാടായി ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടു. കുരിശിലെ ആ യാഗം അൾത്താരകളിൽ അർപ്പിക്കപ്പെടുമ്പോഴെല്ലാം അപ്പൊ കുരിശിലെ ബലിയാണ് അൾത്താരയിൽ നടക്കുന്നത്. അപ്പൊ നമ്മുടെ രക്ഷാകർമ്മം നടക്കുന്നു. മനുഷ്യവംശത്തിന്റെ
വിമോചനം നടക്കുന്നത് കുർബാനയിലാണ്. സമഗ്ര വിമോചനം. നാം ഇന്ന് അനുഭവിക്കുന്ന പ്രലോഭനങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പാപം മൂലം നമ്മളിൽ വന്നിരിക്കുന്ന എല്ലാവിധ പാപത്തിന്റെ പിശാചിന്റെ ആധിപത്യങ്ങൾ അത് മുഴുവനും തകർന്ന് തരിപ്പണമാണെന്ന് പറയുന്നത് കുർബാനയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ കുർബാനയിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറിയ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയാണ്. യേശു ക്രിസ്തുവിനോട് തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും വിചാരങ്ങളും കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്ന പുരുഷരെ പറയുന്നത്, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. നമ്മൾ പുതിയ സൃഷ്ടിയായി ക്രിസ്തു ജീവിക്കുക. എന്നിട്ട് എന്താ, നമ്മൾ ഈശോയായി മാറാം. അങ്ങനെ നമ്മൾ സുവിശേഷം നമ്മളെ കാണുന്നത് കർത്താവിനെ കാണുന്നേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സാന്നിധ്യം മതി, ഒരു നോട്ടം മതി. ഈശോയെ അറിയും മറ്റുള്ളവര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ കുർബാന നമ്മളെ യഥാർത്ഥ സുവിശേഷ പ്രഘോഷകരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.